Hello everyone. Today we are going to discuss language and linguistic paper important points to remember. Module 1 The Beginnings. നമുക്ക് ആദ്യം തന്നെ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആർ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ലാംഗ്വേജ് എന്നാൽ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. However, language is not the only means of communication. ലാംഗ്വേജ് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴി, പകരം സൈൻസ്, ഗെസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴിയാണ്. ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സൈൻസ് ആൻഡ് ഗെസ്റ്റേഴ്സ് ബിക്കോസ് ഇറ്റ് എംപ്ലോയ്സ് സ്പീച്ച് ആൻഡ് സൗണ്ട്സ്. സയൻസിൽ നിന്നും ഗെസ്റ്റേഴ്സിൽ നിന്നും ലാംഗ്വേജ് വ്യത്യസ്തമാണ്. കാരണം ഇറ്റ് എംപ്ലോയ്സ് സ്പീച്ച് ആൻഡ് സൗണ്ട്. ഈ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്പീച്ചിലൂടെയും സൗണ്ടിലൂടെയും ഒക്കെയാണ്. സം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഇനി പറയാൻ പോകുന്നത്. ലാംഗ്വേജ് ഈസ് ഒബിക്വറ്റസ്. ഒബിക്വറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപി. ലാംഗ്വേജ് സർവ്വവ്യാപിയാണെന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഈസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് ഈസ് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയായ രീതിയിലാണ് ലാംഗ്വേജ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് ഈസ് കൺവെൻഷനൽ. പരമ്പരാഗതമാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് സോഷ്യൽ. ലാംഗ്വേജ് ഈസ് കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. ലാംഗ്വേജ് ഈസ് ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ. ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന് രണ്ട് ലെവൽ ഓഫ് സ്ട്രക്ചേഴ്സാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ആനിമൽ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. at the level of phonemes and morphemes and the level of words. രണ്ട് ലെവലിലായിട്ടാണ് ഹ്യൂമൻ ലാംഗ്വേജ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലെവൽ ഓഫ് ഫോണീംസ് ആൻഡ് മോർഫീംസ് ആണ്, ആൻഡ് ദ അതർ ലെവൽ ഈസ് ലെവൽ ഓഫ് വേർഡ്സ്. ചാൾസ് ഹോക്കറ്റ് കോൾസ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ആസ് ദ ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ. ചാൾസ് ഹോക്കറ്റ് ഇതിനെ വിളിക്കുന്നത് ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ എന്നാണ്. A stretch of speech in any human language can be analyzed into smaller units and larger number of meanings. ഏതൊരു ഹ്യൂമൻ സ്പീച്ച് എടുത്തു കഴിഞ്ഞാലും നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പം നമുക്കതിനെ സ്മോളർ യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. കൂടാതെ ലാർജർ നമ്പർ ഓഫ് മീനിങ്സും നമുക്ക് അതിൽ കണ്ടെത്താനായിട്ട് കഴിയും. On the other hand, animal communication consists of meaningful cries which cannot be analyzed into constituent animal elements such as phonemes, morphemes or words. The cry of animals denotes approaching danger, mating, instinct, anger, etc. Animal communication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ഫുൾ ക്രൈസ് ആണ്. അതായത് അവർ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരികയോ അങ്ങനത്തെ സമയങ്ങളിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിനെ പോലെ അത് പാർട്സാക്കി തിരിച്ച് നമുക്ക് ഫോണീംസ്, മോർഫീംസ് എന്ന രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. That's why human language is said to be system of systems. അതുകൊണ്ടാണ് ഹ്യൂമൻ ലാംഗ്വേജ് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് റീകേഴ്സീവ്നെസ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെൻറ്റൻസസ് യൂസിങ് ഫിനിറ്റ് നമ്പർ ഓഫ് റൂൾസ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ഈസ് കോൾഡ് റീകേഴ്സീവ്നെസ്. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ ഫിനിറ്റ് നമ്പർ ഓഫ് റൂൾസ് വെച്ചിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെൻറ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയും. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആണ് റീകേഴ്സീവ്നെസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് ആർബിട്രറിനെസ് എന്താണെന്ന് നോക്കാം. ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയത എന്നാണ്. Arbitrariness means that there is no logical relationship between the speech sounds and what it represent. അതായത് ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പും സ്പീച്ച് സൗണ്ട്സും അതുപോലെ എന്താണത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് പറയുന്നത്. There are few exceptions to this feature of language. Words like bus, hiss, thud, etc. actually represent the sound of their reference. അതായത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ബസ്, ഹിസ്, തഡ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനീച്ചയുടെ ശബ്ദമാണ്. ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അങ്ങനത്തെ ഒക്കെ ശബ്ദങ്ങൾ അതിൻ്റെ റെഫറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇത്തരം വേർഡ്സിനാണ് ഓണമറ്റോപോയിക് വേർഡ്സ് എന്ന് പറയുന്നത്. ഓണമറ്റോപോയിക് വേർഡ്സ്. ഓണോമറ്റോപോയിക് വേർഡ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ടോക്ക് അബൌട്ട് എക്സ്പീരിയൻസസ്. They can talk of objects and events which are not present at the time and the place of speaking, because the use of human language is not directly controlled by stimulus. This property is called displacement. അതായത് ഹ്യൂമൻ ബീയിങ്സിന് നമ്മുടെ എക്സ്പീരിയൻസ്, അതായത് പാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങളാവട്ടെ, അങ്ങനത്തെ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും അല്ലേ? പക്ഷെ മൃഗങ്ങൾക്ക് അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് ഒരിക്കലും ഡയറക്റ്റ്ലി കൺട്രോൾ ബൈ സ്റ്റിമുലസ് അല്ല. സ്റ്റിമുലസ് അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷം വരുമ്പോഴൊക്കെയാണ് ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലല്ല ഹ്യൂമൻ ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ്, ഈ ഒരു പ്രോപ്പർട്ടീനെയാണ്, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലല്ലാത്ത എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വിളിക്കുക. നെക്സ്റ്റ്, ട്രാൻസ്ഫറബിലിറ്റി. Human language has two basic manifestations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടനം. ഹ്യൂമൻ ലാംഗ്വേജിന് രണ്ട് ബേസിക് ആയിട്ടുള്ള പ്രകടനമുണ്ട്. അതായത് one is speech and other is writing. It is possible to write down spoken language and read aloud the written materials. This property of language is referred to as transferability. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത, അതായത് രണ്ട് പ്രത്യേകതകളുണ്ട്. അതായത് ഒന്ന് നമുക്ക് സ്പീച്ചും റൈറ്റിങ്ങും ആണ്. സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞത് എഴുതാനും പറ്റും, എഴുതിയത് വായിക്കാനും പറ്റും അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്, ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Speech and writing are two basic manifestations of language. സ്പീച്ചും അതുപോലെ റൈറ്റിങ്ങും, നേരത്തെ നമ്മൾ പറഞ്ഞു സ്പീച്ചും റൈറ്റിങ്ങും രണ്ട് ബേസിക് മാനിഫെസ്റ്റേഷൻസ് ആണ് ലാംഗ്വേജിൻ്റെ. സ്പോക്കൺ ലാംഗ്വേജ് മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ്. The written forms always come after the spoken forms. സ്പോക്കൺ ലാംഗ്വേജിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെ? എ സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ് എന്ന്. അതായത് ഏകപക്ഷീയമായിട്ടുള്ള വോക്കൽ സിംബൽസിൻ്റെ ഒരു സിസ്റ്റമാണ് സ്പോക്കൺ ലാംഗ്വേജ്. നെക്സ്റ്റ്, ദ റിട്ടൺ ഫോംസ് ഓൾവേസ് കംസ് ആഫ്റ്റർ ദ സ്പോക്കൺ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കൺ ഫോംസിന് ശേഷമേ എന്തായാലും റിട്ടൺ ഫോംസിന് സ്ഥാനമുള്ളൂ എന്നാണ്. റിട്ടൺ ഫോംസ് സ്പോക്കൺ ഫോംസിൻ്റെ ഒരു സിമ്പലാണ്. അതുകൊണ്ട് തന്നെ therefore the written form may be conceived of as symbol of a symbol. നമ്മൾ നേരത്തെ സ്പോക്കൺ ലാംഗ്വേജ് ഒരു സിസ്റ്റം ഓഫ് ആർബിട്രറി വോക്കൽ സിംബൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റിട്ടൺ ഫോംസ്
എന്താണ് സ്പോക്കൺ ഫോമിൻ്റെ ഒരു സിമ്പിളാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് റിട്ടൺ ഫോം മേ ബി കൺസീവ്ഡ് ഓഫ് ആസ് സിമ്പിൾ ഓഫ് സിമ്പിൾ. റിട്ടൺ ഫോമിനെ നമുക്ക് സിമ്പിൾ ഓഫ് സിമ്പിൾ എന്ന് വിളിക്കാം. Traditional grammarians had a general tendency to regard the spoken form as inferior to written form. ട്രഡീഷണൽ ഗ്രാമറിയൻസിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു സ്പോക്കൺ ഫോമിനെ ഇൻഫീരിയർ ആയിട്ട് കാണാൻ. അതായത് വളരെ ലോ റാങ്കാണ് സ്പോക്കൺ ഫോമിന് കൊടുത്തിരുന്നത്. റിട്ടൺ ഫോം സുപ്പീരിയർ ആയിട്ടാണ് അവരന്ന് കണ്ടിരുന്നത്. പക്ഷെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആവട്ടെ അത് ആർഗ്യൂ ചെയ്ത് but modern linguistics argued that speech is primary and writing is secondary. അവർ ആർഗ്യൂ ചെയ്തത് സ്പീച്ച് എപ്പോഴും പ്രൈമറിയാണ്, സ്പീച്ചാണ് ഫസ്റ്റായിട്ട് നിൽക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റൈറ്റിംഗ് എന്നാണ് അവർ പറഞ്ഞത്. ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഇൻ ദ റിട്ടൺ ഫോം ഇൻറ്റോനേഷൻസ്, പിച്ച് ആൻഡ് സ്ട്രെസ് കനോട്ട് ബി റെപ്രസെൻറ്റഡ് എക്സെപ്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് സുപ്രാ സെഗ്മെൻ്റൽ സൈൻസ്. നമ്മൾ എഴുതുന്ന സമയത്ത് റിട്ടൺ ഫോമിൽ ഇൻറ്റോനേഷൻസും പിച്ചും സ്ട്രെസ്സും ഒന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയൂല. ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സുപ്രാ സെഗ്മെൻ്റൽ സൈൻസ്. അത് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് ഈ ഇൻറ്റോനേഷൻസും പിച്ചും സ്ട്രെസ്സൊക്കെ ചെറിയ രീതിയിലെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അതൊരു സ്പോക്കൺ ഫോമിലാണെങ്കിൽ അപ്പാർട്ട് ഫ്രം facial expressions, gestures and other paralinguistic features play a significant role in conveying additional meaning in spoken form. കണ്ടോ, സ്പോക്കൺ ഫോമിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രമല്ല ഗസ്റ്റേഴ്സും വേറെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അഡീഷണൽ മീനിങ്സ് കൺവേ ചെയ്യാൻ തരത്തിൽ നമ്മളെ ഉതകുന്നതാക്കി മാറ്റും. റൈറ്റ്. Whereas in writing only the alphabet and the punctuation marks provide the resources for conveying additional meaning. നമ്മൾ റൈറ്റിംഗ് ഫോമിലാണെങ്കിൽ പങ്ക്ച്വേഷൻ മാർക്സും കണ്ടിട്ടില്ലേ, എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഹാപ്പി എന്നൊക്കെ എഴുതുമ്പം എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അങ്ങനെ പങ്ക്ച്വേഷൻ മാർക്സാണ് നമ്മളെ റിസോഴ്സസ് ഒന്നും കൂടെ കൺവേ ചെയ്യാൻ, അഡീഷണൽ മീനിങ്സ് ഉള്ള നമുക്ക് എന്തെങ്കിലും കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. However, speech is not permanent, whereas writing treasure valuable thoughts and ideas for sake of ഫ്യൂച്ചർ ജനറേഷൻസ്. സ്പീച്ചിനുള്ള ഒരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്പീച്ച് പെർമനൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നില്ല. പക്ഷേ റൈറ്റിംഗ് ആണെങ്കിൽ ഈ നമ്മുടെ വാല്യുബിൾ തോട്ട്സും ഐഡിയാസൊക്കെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ദസ് ബോത്ത് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ഹാവ് ദെയർ ഓൺ വാല്യൂ ആൻഡ് സിഗ്നിഫിക്കൻസ് ആസ് ദ ബേസിക് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ സ്പീച്ചിനും റൈറ്റിങ്ങിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂസും സിഗ്നിഫിക്കൻസും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മോഡേൺ ലിംഗ്വിസ്റ്റ്സ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർഡിനാൻഡ് ഡി സോഷ്യൂർ, എഡ്വാർഡ് സാപ്പർ, ലിയോണാർഡ് ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി ആൻഡ് ചാൾസ്. മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്.